എൻ്റെ ഈ ഇടത് കവിളിന് മുകളിൽ ഒരു അടയാളം കാണാം, കണ്ണിന് താഴെ. ഈ കാണുന്ന അടയാളം ഞാൻ 8ാം ക്ലാസ്സിൽ തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിനകത്ത് പുറമേ നിന്നുള്ള RSSകാർ കയറി വന്ന് ഇടിക്കട്ട കൊണ്ട് ഇടിച്ചതാ ഈ കാണുന്ന എൻ്റെ പാട്. 8ാം ക്ലാസ്സിൽ തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ പതറി പിന്നോട്ട് പോയിട്ടില്ല. പിന്നെ തൃശ്ശൂരിലൊരു സാഹചര്യം, തൃശ്ശൂർ മതനിരപേക്ഷതയുടെ മണ്ണാണ്. ഇവിടെ ഈ വർഗീയ ഫാസിസവുമായി വന്നാൽ വില പോകില്ല. അപ്പോഴാണ് ഭീഷണിപ്പെടുത്തി നിർജീവമാക്കാമെന്നുള്ള ധാരണ വന്നത്. നേരത്തെ DCC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പാർലമെന്റിനകത്ത് അവരുടെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കാൻ ആർജവത്വം കാണിച്ചിട്ടുള്ള ആളാണ് തൃശ്ശൂർ MP. അതിന് മുഖത്ത് നോക്കി അവരുടെ സാന്നിധ്യത്തിൽ അവരിയ്ക്കുമ്പോൾ അവർ മുഖത്ത് നോക്കി സംസാരിച്ച് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ആർജവത്വം കാണിച്ചത് പിന്നെയാണോ എനിക്ക് സുരേന്ദ്രനും അനീഷും? തൃശ്ശൂർ ഉജ്ജ്വലമായ ക്ഷേത്രപരമായ ഒരു പ്രതികാരം കണക്കെ BJP തോൽപ്പിക്കും. BJPയുമായി ചങ്ങാത്തം കൂടുന്ന കേരളത്തിലെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തും. ഒന്നുകൂടെ പറയാനുണ്ട്, ഇവിടെ വന്ന് എല്ലാം മികച്ചുപോയ മോദി ഒരു കാര്യവും പറയണം. മോദി എപ്പോഴും പറയും സ്വയം സേവകനാണ്. ഈ സ്വയം സേവകൻ്റെ കുപ്പായം വിട്ട് വിമാനം കൊള്ളുന്ന പ്രധാനമന്ത്രി എപ്പോഴും പറയുക അദ്ദേഹത്തിൻ്റെ RSS പാരമ്പര്യത്തെ പറ്റിയാണ്. RSSൽ ഒറ്റ സ്ത്രീയെങ്കിലും അംഗമായിട്ടുണ്ടോ? നമസ്കാരം. അതിചർച്ച ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ പ്രാഥമിക ചർച്ചകളെ ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷേ തൃശ്ശൂരിലെ രാഷ്ട്രീയ ചിത്രം അതല്ല. 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് ഒരുക്കം വേഗത്തിലാക്കുകയാണ് തൃശ്ശൂരിൽ. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്? ഇത്തവണ വ്യത്യസ്തതയാർന്ന എന്ത് ഘടകങ്ങളാണ് തൃശ്ശൂരിലുള്ളത്? BJPക്ക് മുമ്പ് അത്ര പ്രതീക്ഷയില്ലാത്ത മണ്ഡലമായിരുന്നു തൃശ്ശൂർ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ആ ചിത്രത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇത്തവണ തൃശ്ശൂർ പിടിക്കും എന്ന പ്രഖ്യാപനത്തോടെ, അനൗദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെയാണ് BJPയും കളത്തിലിറങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനങ്ങൾ. ഏറ്റവും ഒടുവിൽ 17-ാം തീയതി അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ വീണ്ടും എത്തുന്നു. എന്താണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം ചിന്തിക്കുന്നത്? എങ്ങോട്ടേക്കാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പോക്ക്? BJPക്കൊപ്പം നേരത്തെ ഒരുങ്ങാൻ മറ്റു മുന്നണികളും തയ്യാറെടുക്കുകയാണോ? അന്തിചർച്ച ഇക്കാര്യമാണ് വിശദമായി പരിശോധിക്കുന്നത്. എനിക്കൊപ്പം CV അനുമോദുണ്ട്, ഒപ്പം ബിനേഷ് കുമാറുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. നിങ്ങൾ രണ്ടുപേരും ഇന്ന് അന്തിചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിങ്ങൾ 2 ദിവസങ്ങളിൽ അവിടെ നിങ്ങൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അവിടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അവിടുത്തെ രാഷ്ട്രീയവും പരിശോധിച്ചതാണ്. നമ്മൾ വീണ്ടും ഈ അന്തിചർച്ചയിൽ ഈ വിഷയം പരിശോധിക്കേണ്ടി വരുന്നത് അല്പസമയം മുമ്പ് നമ്മൾ കേട്ട 2 നേതാക്കളുടെ വാക്കുകളാണ്. അതായത് TM പ്രതാപൻ കോൺഗ്രസിൽ നിന്ന് BJPയെ വെല്ലുവിളിക്കുകയാണ്. പാർലമെൻറ്റിൽ പോലും താൻ വെല്ലുവിളിച്ചതാണ് പ്രധാനമന്ത്രിയെയും അമിത്ഷയെയും. തനിക്ക് പിന്നെ ഇവരെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ബിനോയ് വിശ്വം CPIയുടെ ഇടതുപക്ഷത്തിൻ്റെ നയമാണ് വ്യക്തമാക്കുന്നത്. അവിടെ തങ്ങൾ ജനകീയ മുഖത്തെ തന്നെ കളത്തിലിറക്കി മണ്ഡലം തിരികെ പിടിക്കുമെന്ന് ഇടതുപക്ഷവും അവകാശപ്പെടുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, LDFനും UDFനും വളരെ നേരത്തെ തന്നെ തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് ഇറങ്ങി വരേണ്ടുന്ന സാഹചര്യമുണ്ട്. അനുമോദ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അതായത് BJP നേരത്തെ കളം നിറയുന്നു, അത് മുന്നിൽ കണ്ട് തങ്ങളും പിന്നോട്ടില്ല എന്ന് പറയുകയാണോ യഥാർത്ഥത്തിൽ LDFും UDFും? സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ വരവും സുരേഷ് ഗോപിയെ കൂട്ടിയുള്ള റോഡ് ഷോയൊക്കെ LDFനെയും UDFനെയും അക്ഷരാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നേരത്തെ തള്ളിയിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം BJPയെ സംബന്ധിച്ച് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തൃശ്ശൂരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും, ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, അതിലിടപെടുന്നു എന്ന തരത്തിലൊരു പ്രചാരണം നടത്തുവാനും അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുവാൻ BJPക്ക് വളരെ നേരത്തെ തന്നെ സാധിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ TN പ്രതാപനാണെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷം കൊണ്ടുവരാൻ പോകുന്ന VS സുനിൽകുമാറാണെങ്കിലും അത്രമാത്രം സജീവമായിട്ട് ഈ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമാനമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. TN പ്രതാപനെ സംബന്ധിച്ച് ഇനി കളത്തിലിറങ്ങാൻ വൈകിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നറിയാം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ സാധാരണ
തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി മാസങ്ങളോളം ചർച്ച ചെയ്യും, തർക്കങ്ങളുണ്ടാകും. ഏറ്റവും അവസാനമാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇടതുപക്ഷം നീങ്ങുക. പക്ഷേ തൃശ്ശൂരിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് VS സുനിൽകുമാറിൻ്റെ പേര് അനൗദ്യോഗികമായിട്ട് തന്നെ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സുനിൽകുമാർ ആയിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന പ്രചാരണവും ശക്തമാണ്. ഇത് ഇടതുപക്ഷം സംബന്ധിച്ച് ഇത് വളരെ അസാധാരണമായൊരു കാര്യമാണുള്ളത്. കാരണം ഇത്രയും മാസങ്ങൾ നേരത്തെ ഇടതുപക്ഷം ഒരു മണ്ഡലത്തിലും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടല്ല. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് തുടങ്ങുന്ന സിറ്റിംഗ് MP ആണെങ്കിൽ മാത്രം അങ്ങനെ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. അവിടെയാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും നരേന്ദ്രമോദിയുടെ തുടർച്ചയായുള്ള സന്ദർശനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയേണ്ടത്. TN പ്രധാനെ സംബന്ധിച്ച് സിറ്റിംഗ് MP മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരുമെന്ന് ഉറപ്പാണ്. പക്ഷേ VS സുനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, പ്രചരണ രംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ്. എന്നുതന്നെയാണെങ്കിലും മറ്റ് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നേരത്തെ പ്രചാരണത്തിന് തുടക്കമിടുന്നത് ഇത്തവണ തൃശ്ശൂരിൽ തന്നെയാകും. അത് നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് 17-ാം തീയതി അദ്ദേഹം എത്തുമ്പോൾ അത് മറ്റൊരു സന്ദേശം കൂടി നൽകുന്നതായിരിക്കും. സുരേഷ് ഗോപി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, തൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അത്തരത്തിലൊരു സന്ദേശം നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് നൽകുമ്പോൾ അത് വലിയ തോതിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ BJPക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിൽ പറയാതെ തന്നെ അവർ പ്രചാരണം തുടങ്ങുമെന്ന് ഉറപ്പാണ്. എന്തിനാണെങ്കിലും സജിത്ത് സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് വളരെ നേരത്തെയുള്ള പ്രചരണത്തിൽ ഇറങ്ങേണ്ട സിറ്റിംഗ് MP ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു അനുമോദ് പറഞ്ഞെടുത്ത് വെച്ച, അതായത് ഈ നേരത്തെ കളത്തിലേക്ക് ഇറങ്ങാൻ ഇടതുപക്ഷത്തിനും UDFനും മുന്നിൽ സമ്മർദ്ദമുണ്ടാക്കുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യമാണ്. പറയാതെ പറഞ്ഞു കഴിഞ്ഞു സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി. അതിൽ വേറെ ഒരു സസ്പെൻസിൻ്റെ ആവശ്യം ഇനിയില്ല. കാരണം അത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് ആണ് ഒരു പക്ഷേ ആരാവും സ്ഥാനാർത്ഥി എന്ന ആശയക്കുഴപ്പം. VS സുനിൽകുമാറിന് നമുക്ക് ഏറെക്കുറെ അങ്ങ് ഉറപ്പിക്കാമല്ലേ? കാരണം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും സുനിൽകുമാറിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങ് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇടതുപക്ഷത്തിനൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വലിയ കടമ്പകളുണ്ട്. ആ കാത്തിരിപ്പിലേക്ക് പോലും ഇനി കഴിയില്ലെന്ന് തോന്നുന്നു അല്ലേ? സജിത്ത്, VS സുനിൽകുമാർ CPIയിൽ ഒരു ശക്തനായ നേതാവാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് CPIക്ക് കൃത്യമായ ഒരു സ്വാധീനം തൃശ്ശൂർ മേഖലയിൽ ഉണ്ടാക്കി കൊടുത്തതിൽ വലിയ പങ്ക് വഹിക്കുന്നൊരു നേതാവ് കൂടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോഴല്ല, സുരേഷ് ഗോപി തട്ടിലിറങ്ങി കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിയെ നേരിടാൻ വേണ്ടിയാണ് സുനിൽകുമാർ, എന്തുകൊണ്ടും സുനിൽകുമാറാണ് യോഗ്യൻ എന്നുള്ളൊരു നിലപാടിലേക്ക് LDF എത്തിച്ചേർന്നിട്ടുണ്ട്. LDF ഔദ്യോഗികമല്ലെങ്കിൽ പോലും CPIക്ക് അങ്ങനെയൊരു നിലപാടുണ്ട്. എന്തായാലും സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരമാണോ, അതിൽ TN പ്രതാപൻ എത്തുമോ എന്നുള്ളതൊക്കെ വളരെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ശക്തമായൊരു പോരാട്ടം തന്നെയായിരിക്കും. കേരളത്തിൻ്റെ മൊത്തം ശ്രദ്ധയും തൃശ്ശൂരിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിലൊരു ശക്തമായ ത്രികോണ മത്സരം ഒരുപക്ഷേ ലോക്സഭയിൽ വേറെ എവിടെയും മറ്റൊരു മണ്ഡലത്തിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നില്ല. എന്തായാലും സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ ഈ 40% ക്രൈസ്തവ വോട്ടുകളാണ്, പിന്നെ 25% ഈഴവ വോട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കാര്യമായ വോട്ടുകൾ മറിഞ്ഞാൽ മാത്രമായിരിക്കും സുരേഷ് ഗോപിക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളത്. മറിച്ച് ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായ വോട്ടുകളുള്ള സ്ഥലമാണ്, കോൺഗ്രസിനും വ്യക്തമായ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും ഈ സുരേഷ് ഗോപി ഒരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ഇരു മുന്നണികൾക്കും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ TN പ്രതാപനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഇപ്പോഴും തൃശ്ശൂരിലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളോട് അത്രത്തോളം അങ്ങ് ഇഷ്ടമുള്ള ആളുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെയാണ് ഞാൻ പറഞ്ഞത്. ബിനീഷ്, അത്തരം തർക്കങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാവുമോ ഇത്തവണ? കാരണം സിറ്റിംഗ് MP എന്ന നിലയിൽ പ്രതാപൻ മത്സരിക്കും എന്ന് മാത്രമല്ല, ഇത്തവണ ഈ പ്രതിയോഗി ശക്തനാകുമ്പോൾ ഈ തർക്കങ്ങൾക്കപ്പുറം അത് വേഗത്തിൽ മുന്നോട്ട് പോവുക പാർട്ടിയുടെയും മുന്നണിയുടെയും ഒരു ആവശ്യം കൂടിയായി മാറില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മുഴുവൻ സിറ്റിംഗ് MP-മാരും മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാർട്ടിക്ക് അകത്ത് ഇപ്പോഴുള്ളൊരിതാണ്, ഇതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇതിൽ വലിയ മാറ്റങ്ങൾ
ഉണ്ടായേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം 39% വോട്ട് TN പ്രതാപന് ലഭിച്ചു. LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 30%. എന്നാൽ 28.3% വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും ചെയ്തതാണ്. സ്വാഭാവികമായും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മുന്നേറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും BJPക്കുണ്ട്. അതിൽ സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടുക. ഇനി എന്തായാലും നമുക്കറിയാം പ്രധാനമന്ത്രി വന്ന സമയവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇനി വീണ്ടും ഒന്നുകൂടി മോദി തൃശ്ശൂരെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗുരുവായൂരാണെങ്കിൽ പോലും ആ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള രീതിയിലേക്ക് BJP പോവും. അങ്ങനെ വരുമ്പോൾ ശക്തമായ ഒരു സ്ഥാനാർത്ഥി, കാരണം സുരേഷ് ഗോപിയെ നിലവിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം, അതിൽ സംശയമില്ല. ഔദ്യോഗികമായുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നടക്കേണ്ടത്. അനുമോദ് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഈ സുരേഷ് ഗോപിക്ക് കരുത്തു പകരുന്നത് ഇങ്ങേത്തലയിൽ പ്രധാനമന്ത്രിയാണ്. കാരണം പ്രധാനമന്ത്രി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു, വീണ്ടും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിനെത്തുന്നു. അപ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി എന്നൊരു ഇമേജ് പാർട്ടി പ്രവർത്തകർക്കപ്പുറം ആൾക്കാർക്കിടയിലേക്ക് നൽകുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ഇമേജ്, അദ്ദേഹത്തിൻ്റെ ഒരു പവർ, അത് ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലം BJPക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു വലിയ അജണ്ട അതിന് പിന്നിലുണ്ട്. കാരണം കേരളത്തിൻ്റെ മറ്റ് പലയിടങ്ങളിലും അദ്ദേഹത്തിന് സന്ദർശനം നടത്താനും മറ്റു പരിപാടികളിലും പങ്കെടുക്കാനുണ്ട്. പക്ഷേ BJP കൃത്യമായി അത് തൃശ്ശൂർ മാത്രം എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുകയും അവിടെ അങ്ങനെ പോവുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന നീക്കങ്ങൾ തന്നെയാണോ? അത്ര കണ്ട് തൃശ്ശൂർ പിടിക്കാൻ എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ ആത്മവിശ്വാസം കൊള്ളുന്നതിൻ്റെ കാരണം? ഇതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, BJPക്ക് സുരേഷ് ഗോപി വരുന്നതിന് മുൻപ് തൃശ്ശൂരിലെ സ്വാധീനം വളരെ കുറവായിരുന്നു. ആരാണെങ്കിലും പേരിന് മത്സരിക്കുക, ചടങ്ങിന് മത്സരിക്കുക, തങ്ങളുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ശ്രമിക്കുക, അതിനപ്പുറത്തേക്കൊരു ശക്തമായ ഒരു സ്വാധീനമാവാൻ ഇന്ന് BJP 2014 അതായത് ആ ഒരു വ്യക്തിയിലൂടെ ആ മണ്ഡലത്തിലുണ്ടായ സ്വാധീനം എന്നതായിരിക്കും അല്ലേ? സാഹചര്യങ്ങൾ മാറുകയാണ്. തീർച്ചയായും ആ ഒരു വ്യക്തിയിലൂടെ മണ്ഡലത്തിലുണ്ടായ സ്വാധീനം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തപ്പോൾ നമ്മൾ BJP നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ്. സുരേഷ് ഗോപിക്ക് പാർട്ടിക്ക് അതീതമായ, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മുഖമുണ്ട്, നിലപാടുണ്ട്, സ്വീകാര്യതയുണ്ട്. അപ്പോൾ ഇതുവരെ അവർക്ക് BJPയോട് ആഭിമുഖ്യമുള്ളവരാണെങ്കിൽ പോലും ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് അവർ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് വരെ ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ സമാഹരിക്കാനും കഴിയും, നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളുടെ വോട്ടുകൾ സമാഹരിക്കാനും കഴിയും. അതിലുപരിയായിട്ട് സുരേഷ് ഗോപിക്ക് സ്ത്രീകൾക്കിടയിലുള്ള ഒരു സ്വാധീനം, അതാണ് അവരെ എടുത്തു പറയുന്ന ഒരു കാര്യം. ഈ മഹിളാ സമ്മേളനത്തിൽ സുരേഷ് ഗോപിയെ ഇത്രയും ആഘോഷപൂർവ്വം പങ്കെടുപ്പിക്കുന്നതിന് കാരണം സ്ത്രീകൾക്കിടയിലുള്ള സ്വാധീനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ 3 ഘടകങ്ങൾ: ഒന്ന്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു നിലപാടുകൾക്ക് കിട്ടുന്ന സ്വീകാര്യത, സ്ത്രീകൾക്കിടയിലുള്ള സ്വാധീനം, അതിനപ്പുറത്തായിട്ട് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഈ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് പോലും വോട്ടുകൾ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ. വിനേഷ്, കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയും ആ ഒരു പ്രദേശത്തെയും പൊതുവിൽ അടയാളപ്പെടുത്തിയിരുന്നത് UDFിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു ശക്തമേഖല എന്നതാണ്. കാരണം നമുക്കറിയാം കരുണാകരൻ്റെ തട്ടകം അത് തൃശ്ശൂർ എന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഇടമാണ്. അങ്ങനെ തൃശ്ശൂരിന് ആ തരത്തിലൊരു UDF രാഷ്ട്രീയവുമായും കോൺഗ്രസ് രാഷ്ട്രീയവുമായും ആഭിമുഖ്യമുണ്ട്. തിരിച്ചു ചിന്തിച്ചാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചേലക്കര പോലെയുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റിടങ്ങളൊക്കെ വലിയ ശക്തമായ ഇടതു കോട്ടകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഇടത്തേക്കാണ് ഒരു BJPയുടെ സുരേഷ് ഗോപി കടന്നു വരികയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം സംഭവിച്ചത്? എങ്ങനെയാണ് ഇക്കാര്യത്തെ വിനേഷ് നിരീക്ഷിക്കുന്നത്? ഇതിൽ കൃത്യമായ ഈ ഒരു ജില്ലയും ഇവിടുത്തെ ലോക്സഭാ മണ്ഡലവും കൃത്യമായി പഠിച്ച ശേഷമാണ് BJP ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്രതീക്ഷിതമായി ഇവിടെ സുരേഷ് ഗോപി എത്തിച്ചേർന്നതല്ല, മറിച്ച് നമ്മളെ കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ക്രൈസ്തവ സഭകൾ പ്രധാനമായും BJP അല്ലെങ്കിൽ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ അവരുടെ പദ്ധതികൾ നന്നായി എന്നും അതിൻ്റെ മികവിനെ കുറിച്ചെല്ലാം തന്നെ
മതോരത സംസാരിക്കുന്നതൊക്കെ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. കാരണം ഈ പ്രധാനമായും ഈ ക്രൈസ്തവ രാഷ്ട്രീയം അടിസ്ഥാനപരമായി കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് ക്രൈസ്തവ സഭകൾ. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം എന്നുള്ള രീതിയിലേക്ക് BJPയെ എന്തുകൊണ്ട് BJPയുമായി പോയിക്കൂടാ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം ഈ കണ്ണൂർ ബിഷപ്പും അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞതാണ്. ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം 40% ക്രൈസ്തവരുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. ഇവിടെ ബാക്കി വരുന്ന 25% ഈഴവ വോട്ടുകളുമാണ്. ഈ 2 വോട്ടിലാണ് പ്രധാനമായും സുരേഷ് ഗോപി കണ്ണുവെക്കുന്നത്. അതായത് ക്രൈസ്തവ വോട്ടുകൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മളുടെ അവിടെ നമ്മൾ ന്യൂസ് 18 നടത്തിയ ചർച്ചയിൽ അൽമായ സഭയുടെ ആൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ BJP നിലപാടിനൊപ്പം അല്ലെങ്കിൽ BJPയുടെ ഒരു നേതാവ് സംസാരിക്കുന്ന അതേ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അതേ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് BJP വരണം അല്ലെങ്കിൽ BJPക്ക് തൃശ്ശൂർ എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചുകൂടാ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലേക്ക് തൃശ്ശൂരിനെ മാറ്റിയെടുത്തതിൽ BJPക്കും ഒപ്പം തന്നെ സുരേഷ് ഗോപിക്കും വലിയ പങ്കുണ്ട്. നമുക്കറിയാം സുരേഷ് ഗോപി പൊതുവെ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു അടിമുടി രാഷ്ട്രീയക്കാരനാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു അരാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. നമ്മൾ പറയും അരാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളെല്ലാം വലതുപക്ഷമാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ. എങ്കിൽ പോലും ഒരു അരാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ടായി വരികയും പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ വലിയ രീതിയിൽ സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. ആ ഒരു വോട്ടുകൾ കൃത്യമായി ഇവർക്ക് ശേഖരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. അത് എവിടേക്ക് ആ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ആ ഒരു സ്വാധീനം സുരേഷ് ഗോപിക്ക് അതൊരു ഗുണം ചെയ്യും എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അത് കൂടാതെ BJPക്ക് കാലങ്ങളായി ലഭിക്കുന്ന കഴിഞ്ഞ തവണ നമുക്കറിയാം 28.3% വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയേക്കാൾ വളരെ 1.5% വ്യത്യാസത്തിലുള്ള വോട്ട് മാത്രമാണ്. ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം 2ാം സ്ഥാനത്തേക്ക്. ആ രീതിയിൽ ഞാൻ എന്തായാലും വിനേഷ് ഒപ്പം അനുമോദ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി BJPയുടെ പരമ്പരാഗത മുഖങ്ങൾക്കപ്പുറമുള്ള ഒരു സ്വീകാര്യതയുള്ള ഒരു പുതുമുഖം എന്നതാണ് അദ്ദേഹത്തിന് തുടക്കത്തിൽ സ്വീകാര്യത കിട്ടിയ ഒരു ഘടകം. അത് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞു. പിന്നീട് രാജ്യസഭാ MP ആയിരുന്നപ്പോൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നടത്തിയ ഒപ്പം തൃശ്ശൂരിൽ പ്രത്യേകം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനമൊക്കെ കൈമുതലായ അദ്ദേഹത്തിനുണ്ട് എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആകർഷകമായ ഒരു ഘടകം. അതിലോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. അനുമോദ്, നമ്മൾ ഈ ഘടകങ്ങളും BJPയുടെ സാധ്യതയും സുരേഷ് ഗോപിയും ഒക്കെ ചർച്ച ചെയ്യുന്നതിനും അപ്പുറം തൃശ്ശൂരിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ടാവും. നമ്മളത് തള്ളിക്കളഞ്ഞ് ചർച്ച ചെയ്തുകൂടാ. അവിടെ ചിന്തിക്കുമ്പോഴാണ് നിലവിലൊരു സിറ്റിംഗ് MP ഉണ്ട്, അത് TN പ്രതാപനാണ്. കഴിഞ്ഞ തവണ കൃത്യമായ ത്രികോണ പോരാട്ടം ഉണ്ടായപ്പോഴും അവിടെ TM പ്രതാപൻ വിജയിച്ചു കയറി എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ട്. സ്വാഭാവികമായ സിറ്റിംഗ് MPക്ക് ഉണ്ടാകുന്ന ഒരു മുൻതൂക്കം നമ്മൾ കാണാതിരുന്നുകൂടാ. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യവുമുണ്ട്. അപ്പോൾ ഇവരുടെ പൂർണ്ണമായ വോട്ട് ചോർത്തൽ BJP നടത്തുമെന്നും മറ്റും അങ്ങനെ നമുക്ക് ചിന്തിക്കാനാവുമോ? ഒരിക്കലുമില്ല. ഞാനിപ്പോഴും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ TN പ്രതാപൻ സിറ്റിംഗ് MP ആയത് TN പ്രതാപനെ സംബന്ധിച്ച് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുൻപ് TN പ്രതാപൻ MLA ആയിരിക്കുകയാണെങ്കിലും DCC പ്രസിഡന്റ് ആയിരിക്കുകയാണെങ്കിലും ഉണ്ടായിരുന്നൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും ആ സിറ്റിംഗ് MP എന്നത് TN പ്രതാപനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം 5 വർഷം എന്തെല്ലാം ചെയ്തു, എന്ത് ചെയ്തില്ല, കൃത്യമായിട്ട് ഉള്ള ഒരു വിലയിരുത്തൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകളുടെ വലിയ വിമർശനം TN പ്രതാപൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പ്രചാരണം സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്നുണ്ട് തൃശ്ശൂരിൽ എന്നതാണ് വാസ്തവം. മറുവശത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ആത്മവിശ്വാസം ഉള്ളത് 7 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ട്, അല്ലെങ്കിൽ അവിടെ മേധാവിത്വം ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതിലുപരി സുനിൽകുമാറിൻ്റെ ഒരു വ്യക്തിത്വം സ്വാഭാവികമായിട്ടും TN പ്രതാപനെ എത്രമാത്രം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ ആദരിച്ച് ഒരു ക്ലീൻ മനുഷ്യനായി കാണുന്നു, അതുപോലെ തന്നെ ഇടതുപക്ഷം സുനിൽകുമാറിനെയും കാണുന്നുണ്ട്. ഇവിടെ സുരേഷ് ഗോപി ആരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നതാണ് പ്രധാനം. അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ സുരേഷ് ഗോപി വിള്ളൽ വീഴ്ത്തുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ഇടതുപക്ഷത്തിന് അവിടെ മേൽക്കൈ നേടാനുള്ള ഒരു സാഹചര്യം ഇടതുപക്ഷം കാണുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപി TN പ്രതാപൻ നേടേണ്ട വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോരാതിരിക്കുകയും ചെയ്താൽ അത് മതി VS സുനിൽകുമാറിന് ജയിച്ചു കയറാനെന്ന് ഇടതുപക്ഷം കരുതുന്നു. അതാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കാരണം നമുക്കറിയാം ജയിക്കുമെന്ന് കാണുമ്പോൾ പലപ്പോഴും വോട്ടുകളൊക്കെ മാറി മറിയുന്നൊരു സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. BJPക്ക്
വളരെ വിമർശനാത്മകമായി പറയുകയാണെങ്കിൽ BJP-ക്കാർ ഇപ്പോൾ കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ പല ഘട്ടങ്ങളിലും മുൻപ് അവർ കാണിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. കാരണം BJP-ക്കാർ തന്നെ വോട്ട് ചെയ്താൽ ജയിക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. അങ്ങനെ കൃത്യമായി വോട്ട് ചെയ്താലും അങ്ങനെ ഈ തൃശ്ശൂരിൽ അത്തരത്തിലൊരു വോട്ട് ചോർച്ചയൊന്നും ഇല്ലാതെ കൊണ്ടുപോവുക എന്നതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഞാനത് യോജിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ നെക്ക് ആൻഡ് നെക്ക്, അത്ര ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യേക മേഖലയിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചാൽ മൂന്നാമത്തെ സ്ഥാനാർത്ഥി വിജയിച്ച് കയറുമെന്നൊരു മാത്തമാറ്റിക്സ് ഉണ്ട്. അത് തൃശ്ശൂരിൽ 3 പേർക്ക് ഒരുപോലെ പ്രതീക്ഷയുണ്ട്. അതായത് സുരേഷ് ഗോപി ഒരു പക്ഷത്തിൽ നിന്നും കൂടുതൽ വോട്ട് പിടിച്ചാൽ മറുപക്ഷത്തിന് സാധ്യതയെന്ന സ്വാഭാവിക ചാൻസ് അവിടെയുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് സാധ്യത പൂർണ്ണമായും കൽപ്പിച്ച് നമുക്ക് എന്തായാലും ചർച്ച കൊണ്ടുവരാം. അനുബോധിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പരാമർശിച്ച് പോകാം. അല്പസമയം മുമ്പ് BJP-യുടെ പ്രമുഖ നേതാവ് O. രാജഗോപാലിൻ്റെ ഒരു പ്രസ്താവന കൂടി വിവാദമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കവേ ശശി തരൂരിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല, UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണത് പറയുന്നത്. അതും കൂടി ഒരു പക്ഷേ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കാം എന്ന കാര്യം കൂടി ഞാനൊന്ന് പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ കാര്യം വിനേഷ് നേരത്തെ പരാമർശിച്ചു പോയി, ക്രൈസ്തവ സഭയുടെ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്വാധീനം. വിനേഷ്, വേഗത്തിലൊരു മറുപടി എനിക്ക് വേണം. അതായത് എത്ര ശതമാനം അധിക വോട്ടുകൾ ക്രൈസ്തവ മേഖലയിൽ നിന്ന് പിടിച്ചാൽ സുരേഷ് ഗോപിയുടെ സാധ്യത വർദ്ധിപ്പിക്കും? സജിത്ത്, 40% ക്രൈസ്തവ വോട്ടുകളും 25% ഈഴവ വോട്ടുകളുമുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ. ഇതിൽ ഒരു 30% വരെയുള്ള വോട്ടുകൾ ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരു 30% വരെയുള്ള വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയും. അതിന് കൃത്യമായൊരു കണക്കനുസരിച്ചാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിക്ക്, അതായത് TN പ്രതാപന് ലഭിച്ചത് 4,15,089 വോട്ടാണ്. അതായത് 39.8 എന്നുള്ളതായിരുന്നു. രാജാജി മാത്യു തോമസിന് 3,21,456. പക്ഷേ സുരേഷ് ഗോപിക്ക് ലഭിച്ചതാകട്ടെ 2,93,822, അതായത് 28.2%. ഈ 28% ഈ എന്തായാലും ഇതിൽ ഒരു 30% മുകളിലേക്ക് പോകണമെങ്കിൽ ഇത്രയും വോട്ടുകൾ ലഭിക്കേണ്ടതുണ്ട്. ഈ 40% നിന്ന് വലിയ രീതിയിലുള്ള വോട്ടുകളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തായാലും വിനേഷ് പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഒരു യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യതയിൽ പ്രധാന ഘടകമാവുക ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കും. അത് എത്ര ശതമാനം സുരേഷ് ഗോപിക്ക് കൈകാര്യം ചെയ്യാൻ നേടിയെടുക്കാൻ കഴിയുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. അതൊരു മാത്തമാറ്റിക്സ് ആണ്. അതായിരിക്കാം ഒരു പക്ഷേ തൃശ്ശൂരിൻ്റെ ഇത്തവണത്തെ രാഷ്ട്രീയത്തിൽ നിർണായകമാകാൻ പോവുക. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, BJP കേരളത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെടാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെയും പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായൊരു സാധ്യതയാണ് അവർ തൃശ്ശൂരിൽ കാണുന്നത്. പ്രധാന സാധ്യതാ പട്ടികയിൽ ഒരു ഘട്ടത്തിലും തൃശ്ശൂർ ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് തൃശ്ശൂരിനെ അവരുടെ സാധ്യതാ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ സാധ്യതയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ BJPക്ക് കഴിയുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ള ത്രികോണ പോരാട്ടം ഇത്തവണ നടക്കും. തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം ആർക്കൊപ്പം എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നു. അന്തിച്ചർച്ച അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.